എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 മാർച്ച് 9 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു നമ്പറിനെ പറ്റിയാണ്. അതായത് KSRTCക്ക് ആയിട്ട് നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? KSRTCക്ക് ആയിട്ട് നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? അത് 149 ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അതായത് KSRTCയുമായിട്ട് ബന്ധപ്പെട്ട പരാതികളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോൾ ഫ്രീ നമ്പർ നിലവിൽ വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ 149 എന്ന് പറയുന്നത് എന്താണ്? KSRTCക്ക് ആയിട്ട് നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ ആണ്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തതിന് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു നദീ ശുചിത്വ യജ്ഞത്തെ പറ്റിയാണ്. അതായത് വിവ എന്ന് പറയുന്ന നബാർഡിന്റെ പദ്ധതി നിർവഹണ ഏജൻസിയാണ് എന്ന് പറയുന്നത് വിവ. അപ്പോൾ ആ വിവ നടത്തുന്ന എന്താണ് ഒരു നദീ ശുചിത്വ യജ്ഞത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ നടത്തുന്ന എന്താണ് നദീ ശുചിത്വ യജ്ഞം ഏതാണ്? അപ്പോൾ എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞം ഏതാണ്? അത് 44 നദികൾ. എന്താണ്? 44 നദികൾ എന്നാണ് ഈ ഒരു നദീ ശുചിത്വ യജ്ഞത്തിന് പേരിട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിവയുടെ പൂർണ്ണരൂപമാണ്. അതായത് വൈഡ് ഇൻസ്പിറേഷൻ വൈഡ് ആസ്പിറേഷൻ എന്നാണ് എന്തെന്ന് പറയുന്നത് വിവയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. അതായത് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ. എന്താണ്? കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ എന്താണ്? അത് ദിയാസലായി. എന്താണ്? ദിയാസലായി എന്നാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. ഇനി ഈ പറയുന്ന കൈലാഷ് സത്യാർത്ഥിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇദ്ദേഹം എന്ന് പറയുന്നത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചയാളാണ്. ആരെന്ന് പറയുന്നത്? കൈലാഷ് സത്യാർത്ഥി. അതായത് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണെന്ന് പറയുന്നത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്ഥാപകനാണ്. ഇനി അതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോ കൈലാഷ് സത്യാർത്ഥിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട്. ഏതാണ് വർഷം? 2014. അപ്പോൾ 2014 എന്ത് ലഭിച്ചിട്ടുണ്ട്? കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി കൈലാഷ് സത്യാർത്ഥിക്ക് മാത്രമാണോ ആ വർഷം സമാധാന നൊബേൽ ലഭിച്ചത്? അല്ല, വേറെ ആർക്കൂടി ലഭിച്ചിട്ടുണ്ട്? മലാല യൂസഫ്സായിക്ക്. അപ്പോൾ മലാല യൂസഫ്സായിക്കും കൈലാഷ് സത്യാർത്ഥിക്കും സമാധാന നൊബേൽ ലഭിച്ച വർഷം ഏതാണ്? 2014 കൃത്യമായിട്ട് ഓർക്കുക. ഇനി കൈലാഷ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ. അതുകൂടി ഓർക്കുക. ഇനി ഈ പറയുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേര് എന്താണ്? അത് ദിയാസലായി. ഏതാണ്? ദിയാസലായി എന്നാണ്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരത്തെ പറ്റിയാണ്. അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും മികച്ച ബാലസാഹിത്യ പുരസ്കാരവും മികച്ച യുവ പുരസ്കാരവും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? വിവർത്തനത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ വിവർത്തനത്തിനുള്ള പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KV കുമാരൻ. ആർക്കാണ്? KV കുമാരനാണ് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന് യാനം എന്ന് പറയുന്ന കൃതി. ഏതാണ്? യാനം എന്ന് പറയുന്ന എന്താണ് നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ അതുകൂടി കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അതായത് ഈ പറയുന്ന യാനോ എന്ന് പറയുന്നത് കന്നഡ എഴുത്തുകാരനായിട്ടുള്ള SL ഭൈരപ്പയുടെ എന്താണ് നോവലാണ് യാനോ എന്ന് പറയുന്നത്. അപ്പൊ അത് അതേ പേര് തന്നെ ചെയ്തിരിക്കുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം അതായത് 2023 മലയാളത്തിനുള്ള ട്രാൻസ്ലേഷൻ പ്രൈസ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധാമണിക്കാണ്. അക്ഷരങ്ങളുടെ നിഴൽ എന്ന് പറയുന്ന രചനയ്ക്കായിരുന്നു പുരസ്കാരം. അതുകൂടി ഓർക്കുക. അപ്പൊ ഇവിടെ എന്തായാലും 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിലെ വിവർത്തനമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറ്റ് 3 കാറ്റഗറികൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തെടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2024 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് K ജയകുമാർ. ഏതായിരുന്നു പുസ്തകം? പിങ്കള കേശിനി. ഏതാണ്? പിങ്കള കേശിനിയാണ് രചന. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? ബാലസാഹിത്യ പുരസ്കാരം. അത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണി അമ്മയമ്പലം. ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലമാണ്. അൽഗോരിതങ്ങളുടെ നാട്. ഈ അൽഗോരിതങ്ങളുടെ നാട് PSC പരീക്ഷ അടുത്തിടയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക. ഉണ്ണി അമ്മയമ്പലം ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. ഇനി യുവ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R ശ്യാംകൃഷ്ണൻ. ആർക്കാണ്? R ശ്യാംകൃഷ്ണനാണ്. കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീശ കള്ളൻ. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ്. അതായത് സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതയായ ആദ്യ വനിത. അപ്പൊ എന്താണ് സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സെക്രട്ടറി ആയ ആദ്യ വനിത ആരാണ്? ചിത്രാ ചന്ദ്രമോഹൻ. ആരാണ്? ചിത്രാ ചന്ദ്രമോഹനാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഈ ചിത്രാ ചന്ദ്രമോഹൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതായത് നമുക്കറിയാം ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ഒരു മലയാളിയുണ്ട്, സുഫ്ന. അപ്പൊ ആ സുഫ്നയുടെ എന്താണ് പരിശീലക എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന ചിത്രാ ചന്ദ്രമോഹനാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അപ്പോ സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ചിത്രാ ചന്ദ്രമോഹനാണ്. അപ്പോൾ +2 ലെവൽ ഡ്രൈവർ എക്സാമുകൾ നടക്കാതിരിക്കുകയാണ് ഈ വർഷം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില എക്സാമുകളാണ് ഫയർമാൻ ഡ്രൈവർ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവർ. അപ്പോൾ ഇതിലെല്ലാം 50 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിലെ ഡ്രൈവറിന്റെ 30 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് കോമൺ ആണ്. മറ്റ് 20 മാർക്ക് എന്ന് പറയുന്നത് അതായത് തസ്തികയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് സിലബസ് മാറിയ ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ സിലബസ് മാറിയ സമയത്ത് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കാമോ എന്ന്. അത്തരത്തിൽ ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡേറ്റ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടൽ ഏതാണ്? അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ പോർട്ടലിനെ പറ്റിയാണ് പറയുന്നത്. അതായത് AI സോഫ്റ്റ്വെയറുകളെയും അതുപോലെ തന്നെ മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡേറ്റ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടൽ ഏതാണ്? AI കോശ. ഏതാണ്? AI കോശ എന്നാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പേരൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അസമിലെ ജാഗീറോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് എന്താണ്? അപ്പൊ എവിടത്തെയാണ്? അസമിലെ ജാഗീറോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് എന്താണ്? രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. എന്താണ്? രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. ഇൻ കേസ് ചോദ്യം ഇങ്ങനെയാവാം, രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അസമിലാണ്. അപ്പോൾ നിങ്ങളിൽ പലരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയങ്ങളായിട്ട് SCRT NCRT ഫാക്ടുകളും മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റാങ്ക് ഫെയിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ഏതാണ്? അപ്പോൾ 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ഏതാണ്? ആൽഫ്രഡ്. ഏതാണ്? ആൽഫ്രഡ് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? അപ്പോൾ 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? അത് ബാഴ്സലോണയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി ഈ ഒരു കോൺഗ്രസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്യോതിരാദിത്യ സിന്ധ്യ. ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരാൾ നമ്മളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഏത് മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണ്, അങ്ങനെ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കമ്മ്യൂണിക്കേഷൻ അഥവാ വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയാണ്. ആരെന്ന് പറയുന്നത്? ജ്യോതിരാദിത്യ സിന്ധ്യ. ഇനി അതിന് പുറമെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുടെ ഡെവലപ്മെന്റും ആരുടെ വകുപ്പിൽ ഉൾപ്പെടുന്നുണ്ട്? ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വകുപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു കോൺഗ്രസിന്റെ എന്താണ് തീം എന്ന് പറയുന്നത്? കൺവേർജ്, കണക്ട്, ക്രിയേറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? അപ്പോൾ 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? പ്രണവ് വെങ്കടേഷ്. ആരാണ്? പ്രണവ് വെങ്കടേഷ് ആണ് കിരീടം നേടിയത്. കൃത്യമായിട്ട് ഓർക്കുക, ഇദ്ദേഹം ഇന്ത്യക്കാരനാണ്. അതുകൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് വിശ്വനാഥൻ ആനന്ദ്. ആരാണ്? വിശ്വനാഥൻ ആനന്ദ് ആണ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഓപ്പൺ വിഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വനിതാ വിഭാഗം കൂടി നമുക്കൊന്ന് ഓർത്തെടുത്തിട്ട് പോവാം. അതായത് 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ്? അത് അന്ന ഷുക്മാൻ. ആരാണ്? അന്ന ഷുക്മാൻ ആണ് കിരീടം നേടിയത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അന്ന ഷുക്മാൻ പ്രതിനിധീകരിക്കുന്നത് ഫിഡെ ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫിഫ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 ഫിഫ ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം 3 വേദികളിലായിട്ടാണ് നടക്കുന്നത്. എവിടെയൊക്കെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഇവിടെയൊക്കെയാണ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2026 ഫിഫ ലോകകപ്പ് നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2022 ഫിഫ ലോകകപ്പ് എവിടെ വെച്ചായിരുന്നു നടന്നത്? അത് ഖത്തറിലായിരുന്നു. അർജന്റീന ജേതാക്കളായി, ഫ്രാൻസ് റണ്ണറപ്പായി. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 2026 ഫിഫ ലോകകപ്പിൽ എത്ര ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്? 48 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അതും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന
പോയിന്റ് ഇതാണ്. 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, പാകിസ്ഥാൻ, കോങ്കോ. ഏതൊക്കെയാണ്? റഷ്യ, പാകിസ്ഥാൻ, കോങ്കോ. വളരെ കൃത്യമായിട്ട് ഇതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ വിലക്കിയത്? അതായത് 3 പേരെ വിലക്കിയെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ വിലക്കിയത്? അതായത് റഷ്യ എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അതായത് 2022 മുതൽ അവരെ വിലക്കിയിട്ടുണ്ട്. അതായത് എന്താണ്? ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന്, അതായത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ വിലക്കിയിട്ടുണ്ട്. ഇനി കോങ്കോ എന്ന് പറയുന്നത് ഫിഫയുടെ എന്താണ്? അവരുടെ നിയമങ്ങൾക്ക് അതീതമായിട്ട്, അതായത് ഫിഫയുടെ നിയമത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഫുട്ബോൾ ഫെഡറേഷനിൽ എന്ത് പാടില്ല? ബാഹ്യ ഇടപെടലുകൾ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ കോങ്കോ ഫുട്ബോൾ ഫെഡറേഷനിൽ എന്ത് സംഭവിച്ചു? കുറച്ച് ബാഹ്യ ഇടപെടലുകൾ നടന്നു. സോ അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്? കോങ്കോയെ വിലക്കിയത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പ് നൽകുന്ന ഒരു ഭരണഘടനയ്ക്ക് പാകിസ്ഥാൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്ത് ചെയ്തിട്ടില്ല? അംഗീകാരം നൽകിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പാകിസ്ഥാനെ എന്ത് ചെയ്തത്? വിലക്കിയത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പൊ 2025 ഒരുപാട് എക്സാം നടക്കാനിരിക്കുകയാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, CPO, വുമൺ CPO, ഫയർമാൻ തുടങ്ങിയ അനേകം തസ്തികകളിലേക്ക് എക്സാം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ടാലന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്തപ്പോൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? KSRTCക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ടോൾ ഫ്രീ നമ്പർ നിലവിൽ വരുന്നു. എത്രയാണ്? 149. അതിനുശേഷം പറഞ്ഞത് ഒരു ശുചിത്വ യജ്ഞത്തെ പറ്റിയാണ്. അതായത് 44 നദികൾ എന്ന് പറയുന്ന ശുചിത്വ യജ്ഞം ആര് നടത്തുന്നു? വിവ നടത്തുകയാണ്. ആരുമായിട്ട് സഹകരിച്ചാണ്? വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി എന്താണ് നടത്തുന്ന ഒരു ശുചിത്വ യജ്ഞമാണ് 44 നദികൾ. ഇനി അതിനുശേഷം ഒരു ആത്മകഥ പറഞ്ഞു. ആത്മകഥയുടെ പേര് എന്താണ്? ദിയാസലായി എന്നാണ്. ദിയാസലായി. ഇത് എഴുതിയത് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകനാണ്. 2014 എന്താണ് സമാധാന നൊബേൽ ജേതാവാണ്. ആരെന്ന് പറയുന്നത്? കൈലാഷ് സത്യാർത്ഥി. അത് കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഏത് വർഷം? 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് ആരാണ്? KV കുമാരൻ. ഇനി അതിനുശേഷം പറഞ്ഞൊരു നിയമനമായിരുന്നു. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ എന്താണ്? സെക്രട്ടറി ആയ ആദ്യ വനിത ആരാണ്? ചിത്ര ചന്ദ്രമോഹനാണ്. ഇനി അതിനുശേഷം ഒരു പോർട്ടൽ പറഞ്ഞു. അതായത് AI കോശ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് പോർട്ടൽ പറഞ്ഞു. അതായത് AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡാറ്റാ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടലാണ് എന്തെന്ന് പറയുന്നത്? AI കോശ. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു സിറ്റിയുടെ പുതിയ പേര്. അതായത് അസമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് എന്താണ്? അത് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം ഒരു കൊടുങ്കാറ്റാണ് പറഞ്ഞത്. ആൽഫ്രഡ് എന്ന് പറയുന്ന കൊടുങ്കാറ്റ് 2025 മാർച്ചിൽ ഏത് രാജ്യത്ത്? ഓസ്ട്രേലിയയിൽ നാശം വിതച്ചു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു. ഒരു കോൺഗ്രസ്. എന്ത് കോൺഗ്രസ്? 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസ്. വേദി എവിടെ? ബാഴ്സലോണയാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? എന്താണ്? കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ. ഇനി അതിനുശേഷം പറഞ്ഞത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതായത് 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ്? പ്രണവ് വെങ്കടേഷ് ആണ്. ഇനി അതിനുശേഷം പറഞ്ഞത് 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്ന് വിലക്കപ്പെട്ട രാജ്യങ്ങൾ 3 പേരെ പറഞ്ഞു. ആരൊക്കെയാണ്? റഷ്യ, പാകിസ്ഥാൻ, കോങ്കോ. ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, നിർനിമേഷമായി നിൽക്ക എന്ന നോവലിന്റെ രചയിതാവ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അനിൽ വള്ളത്തോൾ, ബി സുഭാഷ് ചന്ദ്രൻ, സി GR ഇന്ദുഗോപൻ, ഓപ്ഷൻ ഡി എസ് ഹരീഷ്. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2025 പുതൂർ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉണ്ണി അമ്മയമ്പലം, ബി UK കുമാരൻ, സി K ജയകുമാർ, ഓപ്ഷൻ ഡി R ശ്യാംകുമാർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതയായത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ വിദ്യാബാലൻ, ബി ദീപിക പദുകോൺ, സി കരീന കപൂർ, ഡി രശ്മിക മന്ദാന. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, വിദ്യാബാലനാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആകുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? വിദ്യാബാലൻ. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ SBIയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അമിത്ഷാ, ബി മുകേഷ് അംബാനി, സി നരേന്ദ്രമോദി, ഡി ദ്രൗപദി മുർമു. ശരി ഉത്തരം ഏതാണ്? നരേന്ദ്രമോദി ആണെന്നുള്ള കാര്യം ഓർക്കുക. എവിടെയാണ് വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. റിലയൻസ് ഫൗണ്ടേഷൻ, അതായത് ആനന്ദ് അംബാനി സ്ഥാപിച്ചതാണ് വൻതാര എന്ന് പറയുന്നത്. അതായത് അതാണ് അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേറ്റുകയോ ചെയ്ത വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ടാണ് എന്ത് ചെയ്തത്? വൻതാര എന്ന് പറയുന്ന മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. കൃത്യമായിട്ട് ഓർക്കുക. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്.
അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 മാർച്ച് 9 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.